ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് ട്രാപ്സിൻ്റെ വർക്കൗട്ടുകൾ ഞാൻ കാണിച്ചു തരാം. ഈ ട്രാപ്സ് മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്തെ മസിൽസിനാണ് നമ്മൾ ട്രാപ്സ് മസിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ നല്ല ഒരു ഷേപ്പ് ആവാനൊക്കെ ഈ വർക്കൗട്ടുകൾ നിങ്ങളെ സഹായിക്കും. അടിപൊളി വർക്കൗട്ടാണ്. നിങ്ങൾക്ക് 2 ഡംബൽസിൻ്റെ ആവശ്യമുണ്ട്. ഡംബൽ വെച്ച് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്, വീട്ടിൽ ചെയ്യാവുന്ന അടിപൊളി വർക്കൗട്ടുകളാണ്. ഈ വർക്കൗട്ടുകളിൽ ഒരു 2 എണ്ണം നിങ്ങൾ നിങ്ങളുടെ ഷോൾഡർ വർക്കൗട്ട് ചെയ്യുന്ന ദിവസമോ അല്ലെങ്കിൽ നിങ്ങളുടെ ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന ദിവസമോ ഏതെങ്കിലും വർക്കൗട്ട് ദിവസം നിങ്ങളില്ലാത്തൊരു 2 എണ്ണമെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്തുക. ഒരു 4 റബ്സ് വെച്ച് ഒരു 15 റബ്സ് വെച്ചിട്ട് ഒരു 4 സെറ്റ് വെച്ച് ചെയ്യുക. ഓക്കെ, അടിപൊളി വർക്കൗട്ടുകളാണ്, നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനമാകും. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വർക്കൗട്ട് ആരംഭിക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, ഇത് നമ്മുടെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന നമ്മുടെ അനുജന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ല, ജിമ്മിലൊന്നും പോകുന്നവർ ഈ വീഡിയോ കാണണമെന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്, നമ്മളൊരു ഡംബൽ എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു അറ്റ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വർക്കൗട്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ഈ അപ്പർ ട്രാപ്സിന് വളരെ നല്ല വർക്കൗട്ടാണ്. നിങ്ങളുടെ ഈ ട്രാപ്സ് മസിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ വളരെ സാവധാനത്തിൽ ഈ ഒരു ലെവലിൽ പൊക്കുക. അതിനുശേഷം വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് താപ്പോട്ട് കൊണ്ടുവരും. ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആ ഒരു ട്രാപ്സിൻ്റെ ഒരു മസിൽസിൻ്റെ ആ ഒരു പിടുത്തം നല്ല രീതിയിൽ വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ കാണിച്ചു തരുന്ന വർക്കൗട്ടുകളിൽ ഏതെങ്കിലും ഒരു 2 വർക്കൗട്ട് നിങ്ങളുടെ ഏതെങ്കിലും വർക്കൗട്ട് ദിവസങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഒരു 15 റബ്സൊക്കെ വെച്ച് ഒരു 4 സെറ്റ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ രണ്ടാമത്തെ വർക്കൗട്ട് കാണിച്ചു തരാം. നിങ്ങൾ അല്പം ബെൻഡായിട്ട് ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം ഒരു ഡംബിൾ തന്നെ വെച്ചാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതും നിങ്ങളുടെ ട്രാപ്സ് മസിലിന് നല്ല വർക്കൗട്ടാണ്. അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് സ്ലോലി ഡൗൺ, അപ്പ് സ്ലോലി ഡൗൺ. കണ്ടില്ലേ, ഇതും നമ്മുടെ ആ ഒരു ട്രാപ്സിൻ്റെ ആ ഒരു ഭാഗത്തെ മസിൽസ് ഗ്രോ ചെയ്യിപ്പിക്കാനായിട്ട് നല്ല വർക്കൗട്ടാണ്. അപ്പോൾ ഇതും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കാണിച്ചു തരുന്ന 5 വർക്കൗട്ടുകളും വളരെ നല്ല വർക്കൗട്ടുകളാണ്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഡംബിൾസൊക്കെ നമ്മുടെ കയ്യിൽ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരിലൊക്കെ കാണത്തുള്ളൂ. നമ്മുടെ ജിമ്മിലൊക്കെ പോലെ ഒരുപാട് എക്യുപ്മെൻറ്റ്സൊക്കെ കാണും. പക്ഷേ നമ്മുടെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്ര എക്യുപ്മെൻറ്റ്സിൻ്റെ നമ്മുടെ കയ്യിൽ കാണില്ല. ചിലപ്പോൾ ഒരു ഡംബലോ 2 ഡംബലോ ഒക്കെ കാണും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് ഈ വർക്കൗട്ടുകൾ ചെയ്യാം. അപ്പോൾ അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ 2 ഡംബിൾസ് എടുക്കുക. അതിനുശേഷം കണ്ടില്ലേ, ഇത് തന്നെയാണ് വർക്കൗട്ട്. അപ്പോൾ കൈ മുമ്പോട്ട് വരുന്ന സമയത്ത് മാക്സിമം താഴോട്ടല്ല വരേണ്ടത്, ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് മുമ്പിലോട്ടാണ് കൊണ്ടുവരേണ്ടത്, താപ്പോട്ട് പോകരുത്. ഓക്കെ, അതാണ് ഞാൻ കാണിച്ചു തരാം. റിവേഴ്സ് ആൻഡ് ഫ്രണ്ടിലോട്ട് പോവുക. ഇതും നിങ്ങളുടെ ട്രാപ്സിൻ്റെ ആ ഒരു മസിൽസ് ഗ്രോ ചെയ്യിപ്പിക്കാനായിട്ട് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വർക്കൗട്ടുകളെല്ലാം ചെയ്യുമ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും നിങ്ങളുടെ ആ ഒരു ട്രാപ്സിൻ്റെ ആ ഒരു ഭാഗത്തോട്ടുള്ള ആ ഒരു വ്യത്യാസം, ആ ഒരു ഫീലിങ്സ്, ആ ഒരു പെയിൻ നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ 3ാമത്തെ വർക്കൗട്ട്. അപ്പം ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പം 4ാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. 4ാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡംബൽ ഷ്രഗാണ്, ഫ്രണ്ട് ഷ്രഗ്. കണ്ടില്ലേ, ഡംബൽ ഇതേ കണക്ക് നിങ്ങൾ പിടിക്കുക. അതിനുശേഷം മാക്സിമം മേലോട്ട് സ്ക്വീസ് ചെയ്യുക, സ്ലോലി താപ്പോട്ട് 1 സെക്കൻഡ് മേളിൽ വന്നിട്ട് ഹോൾഡ് ചെയ്യുക, താഴോട്ട്. ഇത് വളരെ നല്ലൊരു വർക്കൗട്ടാണ് നമുക്ക് നമ്മുടെ ട്രാപ്സ് മസിൽ ആക്ടിവേഷൻ ആക്കാനായിട്ട്. ഓക്കെ, അപ്പം ഈ വർക്കൗട്ടിൽ ഏതെങ്കിലും ഈ 5 വർക്കൗട്ടുകൾ ഏതെങ്കിലും ഒരു 2 or 3 എണ്ണം നിങ്ങൾ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു വർക്കൗട്ട് സെഷനിൽ, ഇപ്പം ഷോൾഡർ വർക്കൗട്ട് ചെയ്യുന്ന ദിവസമാവാം, അല്ലെങ്കിൽ ആംസിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന ദിവസമാവാം, ഏതെങ്കിലും ഒരു വർക്കൗട്ട് ദിവസം നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ട്രാപ്സ് മസിലിന് നല്ല മാറ്റം കണ്ടു തുടങ്ങും. അപ്പം നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് നമ്മുടെ ബാക്ക് ഷ്രഗാണ്. ഡംബൽ ഇങ്ങനെ ബാക്കിൽ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം അപ്പ് സ്ലോലി ഡൗൺ, അപ്പ് ആൻഡ് സ്ലോലി ഡൗൺ. കണ്ടില്ലേ, അപ്പം ഇതാണ് നമ്മുടെ 5ാമത്തെ ഫൈനൽ വർക്കൗട്ട്. ഓക്കെ, ഇതും വളരെ നല്ലൊരു വർക്കൗട്ടാണ് ട്രാപ്സ് മസിൽ ആക്ടിവേഷൻ ആക്കാനായിട്ട്. അപ്പം 5 വർക്കൗട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതിലേതെങ്കിലും 2 or 3 എണ്ണം നിങ്ങൾ വർക്കൗട്ടിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്ന വർക്കൗട്ടുകളാണ് ഇതെല്ലാം. നമ്മൾ ടീഷർട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോഴൊക്കെ നമ്മുടെ ട്രാപ്സ് മസിൽ നല്ല ഷേപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാനൊക്കെ ഒരു പ്രത്യേകതരം ലുക്ക് തന്നെ ആയിരിക്കും. ഓക്കെ,
നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബാർബൽ ഷഗോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഷീനറീസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പറയുന്ന ഡമ്പൽ വെച്ചിട്ട് നമ്മൾ ഈ വർക്കൗട്ടുകൾ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടാറ്റ.